ഒരു നാട് മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് കോടികൾ മുടക്കി ആകാശത്തോളം ഉയരമുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ച് ഒരു പന്തിൻ്റെ പിന്നാലെ ഭ്രാന്തമായി പായുന്നു. അർജന്റീന ജയിച്ചാൽ ഇവിടെ പായസ വിതരണം, ബ്രസീൽ തോറ്റാൽ ഇവിടെ കണ്ണുനീർ. അതെ, ഫുട്ബോൾ എന്നാൽ ശ്വാസമായി കൊണ്ടു നടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുള്ള മണ്ണാണ് നമ്മുടെ കേരളം. പ്രത്യേകിച്ച് ഫുട്ബോളിൻ്റെ തലസ്ഥാനമെന്ന് വിളിക്കുന്ന മലപ്പുറമൊക്കെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. പക്ഷേ ഇത്രയും വലിയ ഫുട്ബോൾ ആരാധകരുള്ള, ഇത്രയും പ്രതിഭകളുള്ള നമ്മുടെ ഇന്ത്യക്ക് എന്തുകൊണ്ട് ലോകം ബഹുമാനിക്കുന്ന ഒരു മികച്ച ഫുട്ബോൾ ടീം ഇതുവരെ ഇല്ല എന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ഒരു ഫിഫ വേൾഡ് കപ്പ് കളിക്കാൻ പോയിട്ട് ഏഷ്യൻ ലെവലിൽ പോലും ആധിപത്യം ഉറപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ഇന്ത്യക്കാർക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അതോ നമ്മൾ മനഃപൂർവ്വം അവഗണിക്കപ്പെടുന്നതാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര ലളിതമല്ല. കളി കാണാത്ത ചിലരുടെ കളികളുമുണ്ട്. അതുകൊണ്ട് ഒരൊറ്റ സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. നമുക്ക് ആദ്യം ഒരു കാര്യം വ്യക്തമാക്കാം. ഇന്ത്യക്കാർക്ക് പ്രതിഭയില്ല എന്ന് പറയുന്നവരോട് നേരെ മലപ്പുറത്തേക്ക് വരാൻ പറയണം. സെവൻസ് ഫുട്ബോളിൻ്റെ ആവേശം എന്താണെന്ന് അവിടെ കാണാൻ കഴിയും. പ്രൊഫഷണൽ ലീഗുകളേക്കാൾ വേഗതയിലും വീര്യത്തിലും കളി നടക്കുന്ന മണ്ണ്. IM വിജയനും VP സത്യനും ആസിഫ് സഹീറിനും തൊട്ട് ഇന്നത്തെ സഹൽ അബ്ദുൽ സമദിലേക്കും രാഹുൽ KPയിലേക്കുമൊക്കെ ആ ഒരു നിരയിലേക്ക് ഇന്ത്യൻ ഫുട്ബോളിന് ചോരയും നീരും നൽകുന്ന മണ്ണാണ് കേരളം. എന്നിട്ടും എന്തുകൊണ്ട് ഈ പ്രതിഭകൾ ഇന്ത്യൻ ജേഴ്സിയിൽ ലോകവേദിയിൽ തിളങ്ങുന്നില്ല? ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ആദ്യത്തെ കൈപ്പേറിയ സത്യമൊളിഞ്ഞിരിക്കുന്നത്. ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള അക്കാദമികളുടെ അഭാവം. യൂറോപ്പിലോ തെക്കേ അമേരിക്കയിലോ ഒരു കുട്ടി 5 or 6 വയസ്സുള്ളപ്പോൾ പ്രൊഫഷണൽ ക്ലബ്ബുകളുടെ അക്കാദമിയിൽ ചേരുന്നു. അവർക്ക് കൃത്യമായ ഡയറ്റ്, ശാസ്ത്രീയമായ ട്രെയിനിങ്, അന്താരാഷ്ട്ര നിലവാരമുള്ള ഗ്രൗണ്ടുകൾ എന്നിവ ലഭിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലോ 18 or 20 വയസ്സുവരെ വെറും ലോക്കൽ ടൂർണമെൻറ്റുകൾ മാത്രം കളിച്ച് സ്വന്തം കഴിവിനാൽ മാത്രം വളർന്നു വരുന്നവരാണ് നമ്മുടെ കുട്ടികൾ. അതായത് ഒരു പ്ലെയർക്ക് കൃത്യമായ ഗൈഡൻസ് കിട്ടുമ്പോഴേക്കും അയാളുടെ പ്രായം 22 കഴിഞ്ഞേക്കും. അന്താരാഷ്ട്ര തലത്തിൽ 18 വയസ്സുള്ളപ്പോൾ പ്ലെയേഴ്സ് ലോകകപ്പ് കളിക്കുമ്പോൾ നമ്മൾ 22-ാം വയസ്സിലാണ് ബേസിക്സ് പഠിച്ചു തുടങ്ങുന്നത് തന്നെ. ഇത് കളിക്കാരുടെ കുറ്റമല്ല, അവരെ വളർത്തിയെടുക്കേണ്ട സിസ്റ്റത്തിൻ്റെ ഒരു പരാജയമാണ്. ഇനി നമുക്ക് സിസ്റ്റത്തിലേക്ക് വരാം. ഇന്ത്യൻ ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന AIFF അഥവാ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. ഫുട്ബോൾ എന്താണെന്ന് അറിയുന്ന, കളിച്ചു പരിചയമുള്ള എത്ര പേർ അതിൻ്റെ തലപ്പത്തുണ്ട്? രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും വന്ന് കൈയടക്കി വെച്ചിരിക്കുന്ന ഒരിടമായി ഫുട്ബോൾ അസോസിയേഷനുകൾ മാറുമ്പോൾ കളി മൈതാനത്തല്ല, എയർ കണ്ടീഷൻ ചെയ്ത മുറികളിലാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കുറച്ചു കാലം മുൻപ് ഫിഫ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെ ബാൻ ചെയ്തിരുന്നു. മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായെന്ന് പറഞ്ഞായിരുന്നു അത്. ഒരു രാജ്യത്തിൻ്റെ ഫുട്ബോൾ അസോസിയേഷനിലെ അഴിമതിയും കസേരകളിയും കാരണം ആ രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ വിലക്ക് നേരിടേണ്ടി വരിക. ഇതിലും വലിയ നാണക്കേട് എന്താണ് നമുക്കുള്ളത്? ഫണ്ടുകൾ വരുന്നുണ്ട്, സ്പോൺസർഷിപ്പുകൾ വരുന്നുണ്ട്, പക്ഷേ അത് കൃത്യമായി താഴെ തട്ടിലേക്ക് എത്തുന്നില്ല. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഗോവയിലും ബംഗാളിലും മാത്രമായി ഫുട്ബോൾ ഒതുങ്ങുന്നു. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഫുട്ബോളിനെ ഒരു പ്രൊഫഷണൽ കരിയറായി വളർത്തിയെടുക്കാൻ ഒരു പദ്ധതിയും നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നമ്മൾ ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്നുണ്ടോ, അതോ വിദേശ ക്ലബ്ബുകളെ മാത്രമാണോ? ഭൂരിഭാഗം ഇന്ത്യക്കാരുടെയും ശ്രദ്ധ ക്രിക്കറ്റിലാണ്. അതിൽ തെറ്റില്ല. ക്രിക്കറ്റ് നമ്മുടെ അഭിമാനം തന്നെയാണ്. കോടിക്കണക്കിന് രൂപയാണ് ക്രിക്കറ്റിലേക്ക് ഒഴുകുന്നത്. കോർപ്പറേറ്റുകൾ പണം ഒഴുക്കുന്നു, മീഡിയകൾ 24 മണിക്കൂറും ക്രിക്കറ്റ് ചർച്ച ചെയ്യുന്നു. എന്നാൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഒരു മത്സരം വരുമ്പോൾ ചാനൽ അത് ലൈവ് കാണിക്കാൻ പോലും വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഛേത്രിക്ക് കൈകൂപ്പി ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയേണ്ടി വന്നു, ദയവായി സ്റ്റേഡിയത്തിലേക്ക് വരൂ, ഞങ്ങളുടെ കളി കാണൂ, ഞങ്ങളെ ചീത്ത വിളിച്ചോളൂ, പക്ഷേ കളി കാണാൻ വരാതിരിക്കരുതെന്ന്. 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ ക്യാപ്റ്റന് ആരാധകരോട് കളി കാണാൻ വരാൻ യാചിക്കേണ്ടി വരുന്നുവെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അവഗണന എത്രത്തോളമാണെന്ന് ആലോചിച്ചു നോക്കൂ. സ്പോൺസർമാരില്ല, പണമില്ല, ലീഗുകൾ കൃത്യമായി നടക്കുന്നില്ല. കളിക്കാർക്ക് ജീവിക്കാനുള്ള വരുമാനം ഫുട്ബോളിൽ നിന്നും ഉറപ്പാക്കാൻ കഴിയാത്ത ഒരു നാട്ടിൽ മാതാപിതാക്കൾ മക്കളെ എങ്ങനെ ഫുട്ബോളിലേക്ക് വിടും?
എന്നാൽ കാര്യങ്ങൾ മുഴുവൻ നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇന്ത്യൻ സൂപ്പർ ലീഗ് ISL വന്നതിന് ശേഷം കാര്യങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് പോലെയുള്ള ക്ലബ്ബുകൾക്ക് പിന്നിൽ അണിനിരക്കുന്ന മഞ്ഞപ്പടയും ആരാധകരും ലോകത്തിന് മുന്നിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മാർക്കറ്റ് വാല്യൂ കാണിച്ചു കൊടുത്തു. വിദേശ പരിശീലകരും വിദേശ കളിക്കാരും വരുമ്പോൾ നമ്മുടെ കളിക്കാരുടെ നിലവാരം ഉയരുന്നുമുണ്ട്. പക്ഷേ ISL ഒരു ബിസിനസ് ലീഗ് മാത്രമായി ഒതുങ്ങരുത്. ഇതിൻ്റെ ലാഭം ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലണം. മലപ്പുറത്തെയും പാലക്കാട്ടെയും കാസർഗോട്ടെയും ഒക്കെ ഗ്രാമങ്ങളിലെ ലോക്കൽ ക്ലബ്ബുകൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ നൽകാൻ ISL ക്ലബ്ബുകളും ഫെഡറേഷനും തയ്യാറായാൽ അത് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരെ, ഇന്ത്യയിൽ ഫുട്ബോൾ വളരാത്തത് ഇന്ത്യക്കാർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം. കൃത്യമായ പ്ലാനിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. കസേര രാഷ്ട്രീയവും അവഗണനയും കൊണ്ടാണ് ഈ വരുന്ന ലോകകപ്പിലും നമ്മൾ അർജന്റീനയ്ക്കും ബ്രസീലിനും വേണ്ടി ഫ്ലക്സ് വെക്കേണ്ടി വരുന്നതും ഉറക്കമൊഴിയേണ്ടി വരുന്നതും. അതൊന്നും തെറ്റാണെന്നല്ല പറയുന്നത്. അത് നമ്മുടെ ഫുട്ബോളിൻ്റെ പ്രേമം കൊണ്ടാണ്. പക്ഷേ ആ ഫ്ലെക്സുകളിൽ മെസ്സിക്കും നെയ്മർക്കും പകരം ഒരു ഇന്ത്യൻ കളിക്കാരൻ്റെ ചിത്രം വരുന്ന ആ ദിവസം, ഇന്ത്യൻ ജേഴ്സിയും അണിഞ്ഞ് 11 പേർ ലോകകപ്പ് വേദിയിൽ നമ്മുടെ ദേശീയ ഗാനം പാടി നിൽക്കുന്ന ആ ദിവസം, അതായിരിക്കണം നമ്മുടെ സ്വപ്നം. അതിനായി താഴെ തട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ നാഷണൽ ടീമിനെ നമ്മൾ നെഞ്ചിലേറ്റണം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇന്ത്യൻ ഫുട്ബോൾ രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. നന്ദി.